നീറ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നീറ്റ് ആവശ്യമുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അതുപോലെ തന്നെ കോഴ്സുകളെ കുറിച്ചും പരിചയപ്പെടാം. എയിംസ്, ജിപ്മർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് തുടങ്ങിയവയിലേക്ക് MBBS, BDS, BAMS, BHMS, BUMS പോലത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ചെയ്യണമെങ്കിൽ നീറ്റ് അത്യാവശ്യമാണ്. ഫെബ്രുവരി 7 മുതൽ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 7 രാത്രി 11:50 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അന്നേ ദിവസം സെയിം സമയം തന്നെയാണ് നമുക്ക് ഫീസ് അടക്കാനുള്ള അവസാന ടൈമും കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആപ്ലിക്കേഷനിലുള്ള കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് 9 മുതൽ 11 വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. എക്സാമിനേഷൻ സിറ്റീസിന്റെ ഇന്റിമേഷൻ ഏപ്രിൽ 26 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് മെയ് 1 റിലീസ് ചെയ്തതിനു ശേഷം ആ അഡ്മിറ്റ് കാർഡിലായിരിക്കും നമുക്ക് ഏത് സെന്ററിലാണോ എക്സാമിനേഷൻ നടക്കുന്നത് എന്ന വിവരം അറിയാൻ സാധിക്കുക. മെയ് 4 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എക്സാമിനേഷൻ ടൈം കൊടുത്തിട്ടുള്ളത്. അതായത് 180 മിനിറ്റ് ആണ് നമുക്ക് എക്സാമിനേഷന് ടൈം ലഭിക്കുക. ഇനി ഫീസിന്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 1700 രൂപയും, OBC EWS കാറ്റഗറിക്ക് 1600 രൂപയും, SC ST ഡിസേബിലിറ്റി സ്റ്റുഡൻസ് തേർഡ് ജെൻഡർ കാറ്റഗറിക്ക് 1000 രൂപയും, ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ കാൻഡിഡേറ്റ്സിന് 9500 ഫീസ് വരുന്നത്. നീറ്റ് റിസൾട്ട് ജൂൺ 14 NTA വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.